ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. USS എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2020 ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമ്പർ 16, ഉപ്പുവെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ കഴിയുന്ന സസ്യം. ഓപ്ഷൻ വായിച്ചു നോക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, നെല്ല്. ഓപ്ഷൻ ബി, നെല്ല്. നമ്പർ 17, ചിത്രത്തിൽ കാണുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിച്ച് 4 ട്യൂബുകളുടെയും താഴെയുള്ള ക്ലിപ്പുകൾ നീക്കം ചെയ്താൽ സൈഫണിൻ്റെ പ്രവർത്തനം മൂലം ഏതിലെല്ലാം ജലം താഴോട്ടൊഴുകും? ചിത്രം നിരീക്ഷിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, 4 എണ്ണത്തിലും. ഓപ്ഷൻ ബി, 4 എണ്ണത്തിലും. നമ്പർ 18, വീട്ടിൽ ഷോക്കേറ്റ് നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയോ ഉണക്കവടി കൊണ്ട് ഷോക്കേറ്റ വ്യക്തിയെ തട്ടി മാറ്റുകയോ വേണം. നമ്പർ 19, താഴെ പറയുന്നവയിൽ ഏതു രീതിയിലാണ് ആസിഡ് നേർപ്പിക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം. ഓപ്ഷൻ ഡി. നമ്പർ 20, വീടുകളിലും ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ഉള്ള സംവിധാനങ്ങൾ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫിൽട്രേഷനും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടലും. ഫിൽട്രേഷനും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടലും. നമ്പർ 21, ക്ഷീണിക്കാതെ ദീർഘനേരം പ്രവർത്തിക്കുവാനുള്ള പേശികളുടെ കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, പേശീക്ഷമത. പേശീക്ഷമത. നമ്പർ 22, കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ജ്വാലയുടെ അല്പം അകലെ പിടിച്ച് ഒരു ഫണലിലൂടെ ഊതിയാൽ സംഭവിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവായതിനാൽ ഫണലിൻ്റെ ഭാഗത്തേക്ക് ജ്വാല വളയും. നമ്പർ 23, പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിനു ഏറ്റവും ശരിയായ കാരണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പല്ലിനിടയിലെ ഭക്ഷണശകലത്തിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച്. നമ്പർ 24, താഴെ പറയുന്നവയിൽ ഏതിലാണ് വലിയ പ്രതിബിംബം ലഭിക്കുക? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കോൺകേവ് മിറർ. കോൺകേവ് മിറർ. നമ്പർ 25, സ്കെർവി ഒരു പോഷകാഭാവ രോഗമാണ്. ഏത് പോഷകത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, വിറ്റാമിൻ സി. വിറ്റാമിൻ സി. നമ്പർ 26, ഒരു വാതകം കത്താൻ സഹായിക്കും, മറ്റൊരു വാതകം സ്വയം കത്തും, വേറൊരു വാതകം തീ കെടുത്തും. ഈ വാതകങ്ങൾ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നമ്പർ 27, നാടൻ കോഴികൾ ഏകദേശം 150 മുതൽ 180 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്നു. ബ്രോയിലർ ചിക്കൻ വളർച്ചയെത്താൻ എത്ര ദിവസം വേണം? ഓപ്ഷൻ എ ആണ് ആൻസർ, 40 മുതൽ 45 ദിവസം. 40 മുതൽ 45 ദിവസം. നമ്പർ 28, 3 ടെസ്റ്റ് ട്യൂബുകളിൽ 2 എണ്ണത്തിൽ നിറയെ ഹൈഡ്രജനും 1 നിറയെ കാർബൺ ഡൈ ഓക്സൈഡുമാണുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ടെസ്റ്റ് ട്യൂബുകൾ പിടിച്ചാൽ ഉടനെ സംഭവിക്കുന്നതെന്ത്? ചിത്രം നിരീക്ഷിക്കുക. 2 എണ്ണത്തിൽ ഹൈഡ്രജനും 1 കാർബൺ ഡൈ ഓക്സൈഡും. ഓപ്ഷൻ ബി ആണ് ആൻസർ, ടെസ്റ്റ് ട്യൂബ് 1 വാതകം പുറത്തു പോകും. ടെസ്റ്റ് ട്യൂബ് 1 വാതകം പുറത്തു പോകും. നമ്പർ 29, ആറ്റുകൈതക്ക് പൊയ്ക്കാൽ വേരുകൾ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഓപ്ഷൻ വായിച്ചു നോക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, ഏതെങ്കിലും വശത്തേക്ക് ചായുമ്പോൾ നിലത്തു വീഴാതെ താങ്ങി നിർത്തുന്നു. നമ്പർ 30, വസ്തുക്കളെ വലുതാക്കി കാണുന്നതിന് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്? ഓപ്ഷൻ എ ആണ് ആൻസർ,
കോൺവെക്സ് ലെൻസുകൾ. കോൺവെക്സ് ലെൻസുകൾ. നമ്പർ 31. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാം പദാർത്ഥങ്ങളുമായി ആസിഡ് പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നത്? മാർബിൾ പൊടി, ചുണ്ണാമ്പ്, മുട്ടത്തോട്, അപ്പക്കാരം, കാസ്റ്റിക് സോഡ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3, 4. ഓപ്ഷൻ എ 1, 3, 4. നമ്പർ 32. ചിത്രത്തിൽ കാണുന്ന തരം ഗാന്ധത്തിൻ്റെ ധ്രുവങ്ങളായി വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 4ഉം അതിൻ്റെ എതിർവശവും. 4ഉം അതിൻ്റെ എതിർവശവും. നമ്പർ 33. ഒരു വലിയ ഗ്ലാസ് കുപ്പി നല്ലവണ്ണം ചൂടാക്കിയ ഉടനെ കുപ്പിയുടെ വായ്ഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിച്ചാൽ എന്തു സംഭവിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ. തണുക്കുമ്പോൾ കുപ്പിക്കകത്തെ വായുവിൻ്റെ മർദ്ദം കുറയുന്നത് മൂലം ബലൂൺ കുപ്പിക്കകത്തേക്ക് വീർക്കും. നമ്പർ 34. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? കോൺവെക്സ് ദർപ്പണം ഷേവിംഗ് മിറർ. കോൺവെക്സ് ദർപ്പണം വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം. കോൺവെക്സ് ദർപ്പണം വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലിപ്പം. കോൺവെക്സ് ദർപ്പണം റിയർ വ്യൂ മീറ്റർ. കോൺവെക്സ് ദർപ്പണം കൂടുതൽ പശ്ചാത്തല വിസ്തൃതി കിട്ടുന്ന പ്രതിബിംബം. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. നമ്പർ 2. കോൺവെക്സ് ദർപ്പണം വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം. നമ്പർ 4. കോൺവെക്സ് ദർപ്പണം റിയർ വ്യൂ മീറ്റർ. നമ്പർ 5. കോൺവെക്സ് ദർപ്പണം കൂടുതൽ പശ്ചാത്തല വിസ്തൃതി കിട്ടുന്ന പ്രതിബിംബം. ഈ 3 ഓപ്ഷനാണ് ശരിയായത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 4, 5 എന്നിവ. നമ്പർ 35. താഴെ പറയുന്നവയിൽ നെല്ലിനങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ഉമ, ജ്യോതി, ശ്രേയസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉമ, ജ്യോതി, ശ്രേയസ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.